എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഡിഷ് വാഷർ റിവ്യൂയോടൊപ്പം തന്നെ നമ്മൾ ഡിഷ് വാഷർ എങ്ങനെയാണ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഡിഷ് വാഷർ നമ്മുടെ വന്നിട്ടുള്ളത് സീമൻസിൻ്റെ ഡിഷ് വാഷറാണ്. ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡിഷ് വാഷറാണ്. നമ്മൾ ഈ ഫ്ലാറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുള്ള ഡിഷ് വാഷറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിഷ് വാഷറിൽ ഓൾറെഡി കഴുകിയ പാത്രങ്ങൾ എല്ലാം ഒന്ന് മാറ്റി വെക്കുകയാണ്. നല്ല വൃത്തിക്ക് കഴുകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നല്ല ചൂടുവെള്ളത്തിലും പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിൽ കഴുകാനായിട്ട്. അപ്പം സെറാമിക് പ്ലേറ്റ്സ്, അതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, പിന്നെ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഇതിൽ വെച്ച് കഴുകാം. അതിൽ നോൺ സ്റ്റിക്കും അതുപോലെ തന്നെ അലുമിനിയം പിന്നെ കാസ്റ്റേൻ്റെ പാത്രങ്ങളൊന്നും കഴുകാതിരിക്കുന്നതാണ് നല്ലത്. ചൂടോടുകൂടി കഴുകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കോട്ടിങ് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. ഇതിന് വന്നിട്ട് 3 റാക്കുകളാണുള്ളത്. താഴത്തെ റാക്കിൽ കുറച്ച് വലിയ പാത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ റാക്കിൽ അധികം വലിപ്പമില്ലാത്ത പാത്രങ്ങളുമാണ് വെക്കേണ്ടത്. ഇതിൽ പാത്രങ്ങൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാത്രങ്ങളും കമഴ്ത്തിയാണ് വെക്കേണ്ടത്. ഇതിൻ്റെ അടിയിൽ ഒരു ഫാൻ പോലെ ഒരു ജെറ്റ് സ്പ്രേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് വെള്ളം സ്പ്രേ ചെയ്തിട്ട് പാത്രങ്ങൾ കഴുകുന്നത്. അപ്പോൾ നമുക്ക് മിഡിൽ റാക്കിൽ കപ്പുകൾ, ഗ്ലാസ്സുകൾ, അതുപോലെ തന്നെ സോസ് പാൻ, പിന്നെ ചെറിയ ചെറിയ ബൗളുകൾ ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ ചില പാത്രങ്ങൾ ഡിഷ് വാഷർ സേഫ് അല്ല എന്ന് ഉണ്ടാകും. അപ്പോൾ ആ പാത്രത്തിൻ്റെ താഴെ ഇവിടെയൊക്കെ അങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗ്ലാസ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഗ്ലാസ് മാത്രമല്ല എല്ലാ പാത്രങ്ങളും നല്ല ചൂടുവെള്ളത്തിൽ കഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ദിവസവും എല്ലാ വീട്ടിലും കഴുകാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഡിഷ് വാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അത് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുന്നതാണ്. പുറം രാജ്യങ്ങളിലൊക്കെ ഇതൊരു കോമൺ കാര്യമാണ് ഡിഷ് വാഷർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഡിഷ് വാഷറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം കുറേ പേരൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നവർ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലത്തെ റാക്കിൽ വന്നിട്ട് നമുക്ക് സ്പൂണുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റാക്കാണ്. കട്ട്ലറി റാക്കെന്നും ഇതിനെ പറയും. അപ്പോൾ ഇതാണ് 3 റാക്കുകൾ. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇത് എത്ര പ്രാവശ്യം ഒരു ദിവസം വേണമെങ്കിലും കഴുകാം. അപ്പോൾ നമ്മളിന്ന് ഈ ഡിഷ് വാഷർ ഇപ്പം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഏകദേശം 1 മാസമായി. അപ്പോൾ നമ്മൾ ഒരു വാഷും കൂടെ കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പാത്രങ്ങളിപ്പം ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ അഴുക്കുകൾ, അതായത് എച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫുഡ് പാർട്ടിക്കിൾസൊക്കെ വലുതൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് എടുത്ത് കളയാം. പിന്നെ പ്രീ റിൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട, അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടൊന്നും ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നല്ല ചൂടുവെള്ളത്തിൽ കഴുകുന്നതുകൊണ്ട് തന്നെ അഴുക്കുകളെല്ലാം പോവും. പിന്നെ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ ഇതിൽ വെക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, തടി കൊണ്ടുള്ള തവികൾ, അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡുകളൊന്നും ഇതിൽ വെക്കൽ, അത് കേടായി പോവും. അപ്പോൾ നമ്മൾ ചോറൊക്കെ സ്ട്രെയിൻ ചെയ്യുന്ന ഇതൊക്കെ കഴുകാനായിട്ട് കുറച്ച് പാടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇതിൽ വെച്ചാൽ നന്നായിട്ട് വൃത്തിയായി വരും. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവയാണ്. അപ്പോൾ അവയൊക്കെ നമുക്ക് ഇതിൽ വളരെ ഈസി ആയിട്ട് നല്ല വൃത്തിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെയുള്ള കിട്ടുന്ന പാത്രങ്ങൾ മിക്കതും ഡിഷ് വാഷർ സേഫാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ പാത്രങ്ങളും ഇതിൽ വെക്കാനായിട്ട് പറ്റും. ഇത് കഴുകാൻ നേരത്ത് പല പല മോഡുകളുണ്ട്. ഇക്കോ മോഡ്, അതുപോലെ തന്നെ പല പല ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്കിത് കഴുകാനും. അപ്പം ഒരുപാട് മോഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പാത്രങ്ങൾ അഴുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഡിഷ് വാഷറുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ അതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഹെൽപ്പാണ് ഈ ഡിഷ് വാഷർ എന്ന് പറയുന്നത്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ബാംഗ്ലൂർ ഞങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത ഫ്ലാറ്റിൽ ഡിഷ് വാഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള പാത്രങ്ങൾ, അതായത് പ്ലാസ്റ്റിക് പോലത്തെ പാത്രങ്ങൾ, ഇതുപോലെ ഡിസൈനുള്ളതൊക്കെ ഞാനിതിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിലപ്പം ചൂടുവെള്ളം വീഴുമ്പോൾ ഈ ഡിസൈനൊക്കെ ഒന്ന് മങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ നോൺ വെജൊക്കെ കഴുകാനായിട്ട് എടുക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ക്യാപ്സ്യൂളുകളാണ് ഡിഷ് വാഷറിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ ആ ഒരു ക്യാപ്സ്യൂൾ ഇടുന്നൊരു കണ്ടെയ്നറുണ്ട്. അപ്പോൾ അതിലിട്ടിട്ട് അടച്ചിട്ട് നമ്മൾ ഡിഷ് വാഷർ ക്ലോസ് ചെയ്യാം. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തുറന്നിട്ട് അത്
വെള്ളത്തിലേക്ക് പോയി അലിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിഷ് വാഷർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇക്കോ, ഓട്ടോ, 70 ഡിഗ്രി, 65 ഡിഗ്രി അങ്ങനെ. ഇക്കോ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടും അതുപോലെ തന്നെ വെള്ളമൊക്കെ മിനിമം യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഷാണ്. പക്ഷേ അതൊരു 5.5 മണിക്കൂർ എടുത്തിട്ടാണ് അത് കഴുകുന്നത്. അപ്പം ഞാൻ യൂഷ്വലി വലിയ പാത്രമൊക്കെ വെക്കുമ്പോൾ 70 ഡിഗ്രിയുടെ ആ ഒരു ഓപ്ഷനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 2 മണിക്കൂറിനുള്ളിൽ കഴുകും. പിന്നെ ക്വിക്ക് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്, അത് 1 മണിക്കൂറിൽ കഴുകും. അപ്പോൾ ഓരോ ഡിഷ് വാഷറിനും പല പല സെറ്റിങ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം തന്നെ അത് ഓഫാകും. പിന്നെ ഇത് വൈഫൈ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ വഴി ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് എൻ്റെ മാനുവലിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷറിൽ നമ്മൾ ലോഡ് ചെയ്ത പാത്രങ്ങൾ എല്ലാം ഇപ്പോൾ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണ ഡിഷ് വാഷറിൽ കഴുകിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് കഴുകുമ്പോൾ നമുക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അത്രയ്ക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് പാത്രങ്ങളൊക്കെ വരുന്നത്. നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിഷ് വാഷറിൽ നിന്ന് കഴുകി ഉടനെ തന്നെ അതിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ സ്റ്റീൽ പാത്രം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴുകി വന്നിട്ടുണ്ട്. പാത്രങ്ങൾ കമഴ്ത്തി തന്നെ വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് അത് വൃത്തിയാവില്ല. അപ്പോൾ ഒരു പാത്രം അറിയാതെ അത് നേരെയായി പോയപ്പം അതിൽ വെള്ളം കെട്ടിക്കിടന്നതാണ്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഒന്നുകൂടെ നമ്മൾ കഴുകിയെടുക്കണം. ഗ്ലാസ്സുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. ഒട്ടും തന്നെ സോപ്പിൻ്റെ പതയോ അതിൻ്റെ പാടോ ഒന്നും തന്നെ ഇല്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗ്ലാസ്സിലൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ പാത്രവും ഒന്ന് മാറ്റാം. അപ്പോൾ ഇത് നാട്ടിൽ ഞാൻ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കിയപ്പം 20,000 രൂപ മുതൽ പല വെറൈറ്റിയിലുള്ള ഡിഷ് വാഷറുകൾ അവൈലബിൾ ആണ്. ബോഷ് ഉണ്ട്, സീമൻസ് ഉണ്ട്, LG ഉണ്ട്, അങ്ങനെ പല കമ്പനീസിൻ്റെ ഡിഷ് വാഷർ ഉണ്ട്. അപ്പം ഡിഷ് വാഷർ വീട്ടിൽ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഡിഷ് വാഷർ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും താഴത്തെ റാക്ക് നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ മാറ്റിയതിന് ശേഷം ആ കാണുന്ന ഫാൻ പോലിരിക്കുന്ന അതിൽ നിന്നാണ് വെള്ളം സ്പ്രേ ചെയ്ത് പാത്രങ്ങൾ കഴുകുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടൊരു ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയിട്ട് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 1 മാസമായി ഇത് ക്ലീൻ ചെയ്തിട്ട്. അപ്പം നമ്മൾ എത്ര വേസ്റ്റ് മാറ്റിയിട്ട് ഇതിലിട്ടാലും അതിൽ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ കുറച്ച് അഴുക്കുണ്ടാവും. ഇത് എല്ലാ മാസവും എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ നല്ലതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പാത്രങ്ങളൊക്കെ പിന്നീട് നമ്മൾ കഴുകുമ്പോൾ വൃത്തിയായി വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഡിഷ് വാഷർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഉരച്ച് കഴുകാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇനി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫിൽറ്റർ വേറെ, താഴത്തെ ഒരു സിലിണ്ടർ പോലെ ഇരിക്കുന്ന സാധനം വേറെ ആയിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ടും നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഫിൽറ്റർ കഴുകുന്ന കൂടാതെ തന്നെ ഡിഷ് വാഷറിൻ്റെ ഉൾഭാഗത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റെയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകാനായിട്ട് ഉള്ള ഒരു രീതി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് മാർക്കറ്റിൽ ഡിഷ് വാഷർ ക്ലീനിങ് ലിക്വിഡും സോൾട്ടും ഒക്കെ കിട്ടും, പല തരത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ കിട്ടുന്നതനുസരിച്ചിട്ട് കഴുകുക. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ഈസി മെത്തേഡ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സോപ്പ് വെച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നേരെ നമ്മളിനി ഡിഷ് വാഷറിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഡിഷ് വാഷറിൻ്റെ ഈ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനും നമ്മൾ പാത്രം കഴുകുന്ന സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് കഴുകാം. ഇത് സ്റ്റീൽ സ്ക്രബ്ബറൊന്നും ഇട്ട് ഉരയ്ക്കരുത്. അപ്പം സ്ക്രാച്ചൊന്നും വീഴാത്ത ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം താഴ്ഭാഗം ഒന്ന് കഴുകാം. വെള്ളം സ്പ്രേ ചെയ്യുന്ന ഫാനും നമുക്ക് ഊരി മാറ്റിയിട്ട് കഴുകാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഡിഷ് വാഷർ മാത്രമായിട്ടിട്ടൊന്ന് വാഷ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാപ്സൂൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്ലാസ്സൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷനുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ആ ഡിസ്പെൻസറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക.
ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ വെച്ചിട്ട് കഴുകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഡിഷ് വാഷർ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ അടങ്ങിയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡിഷ് വാഷർ ഓണാക്കിയാൽ മതി. ചൂടാകുമ്പോഴത്തേക്ക് അതിൻ്റെ അടപ്പ് ഉരുകിയിട്ട് ആ സൊല്യൂഷനൊക്കെ താഴിട്ട് വന്നിട്ട് നന്നായിട്ട് കഴുകും. അപ്പോൾ ഇത് വെച്ചിട്ട് കഴുകുമ്പം നെക്സ്റ്റ് വാഷിലൊക്കെ ഡിഷ് വാഷറിനൊരു പ്രത്യേക ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു തവണ കഴുകിയിട്ട് ഞാൻ പിന്നെ ഇപ്പം ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ വിനീഗറും വെച്ചിട്ടുള്ള ഒരു വാഷിംഗ് മെത്തേഡാണ്. അപ്പോൾ ഏറ്റവും താഴെ നമ്മളൊരു 2-3 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് വിതറി കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ റാക്കിലായിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വിനീഗർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലീനിങ് വിനീഗറാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിനീഗർ എടുത്താലും മതി. അപ്പോൾ ഇത് 12% വിനീഗറാണ്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിൽ നിറയെ ഫില്ല് ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് വെക്കുക. അപ്പോൾ മുകളിലും ഒരു ഫാനുണ്ട്, താഴെയും ഒരു ഫാനുണ്ട്. അപ്പം 2 ഫാനിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ട് ഈ വിനീഗറൊക്കെ ഡിസ്ട്രിബ്യൂട്ടായിട്ട് ആ സോപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ചേർന്നിട്ട് ഡിഷ് വാഷർ നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ ഡിഷ് വാഷർ നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമുക്ക് മെഷീൻ കെയറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഡിഷ് വാഷർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള മെഷീൻ കെയർ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു. ഇത് 2 മണിക്കൂർ എടുത്തിട്ടാണ് ഇത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി എങ്ങനെയാണ് ക്ലീൻ ആയിട്ടുള്ള ഡിഷ് വാഷർ നോക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിഷ് വാഷറൊക്കെ നല്ലതായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ മാറി ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിഷ് വാഷർ നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമ്മളൊരു സോഫ്റ്റ് മൈക്രോ ഫൈബർ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുകളിൽ വെച്ചിരിക്കുന്ന വിനീഗർ അല്ല ഇപ്പോൾ ഇതിലുള്ളത്, അതിലിരിക്കുന്നത് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കളയുക. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡിഷ് വാഷർ യൂസേജും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലീനിങ്ങും ആണ് നിങ്ങൾ കണ്ടത്. അപ്പം ഇന്ത്യയിൽ ഡിഷ് വാഷർ യൂസ് ചെയ്യാനായിട്ട് മിക്ക ആൾക്കാരും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അത് എങ്ങനെയാണെന്നുള്ളത് റിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം നോക്കുക. പിന്നെ വരുന്നൊരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് കറണ്ട് ബില്ലാണ്. കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഡിഷ് വാഷർ കൂടുതൽ കറണ്ട് ഉപയോഗിക്കും എന്നുള്ളതൊരു തെറ്റായ ധാരണയാണ്. 30 യൂണിറ്റ് മാത്രമാണ് എക്സ്ട്രാ എടുക്കുന്നതെന്നാണ് ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മോഡ് അനുസരിച്ചിട്ട്, അതായത് ഈക്കോ മോഡാണോ ഏത് മോഡ് അനുസരിച്ചിട്ടായിരിക്കും ആ കറണ്ട് ചാർജ് വേരി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ ഡിഷ് വാഷർ പ്രവർത്തിപ്പിക്കുമ്പോൾ കൂടുതൽ കറണ്ട് ചാർജ് ആകും. ഈക്കോ മോഡിലൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ചാർജ് കുറച്ചേ ആവുള്ളൂ. അപ്പോൾ എന്തായാലും റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഡിഷ് വാഷർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വെക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു വർത്താണ്. അതായത് നമ്മൾ വീട്ടമ്മമാർക്ക് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം പാത്രങ്ങൾ നമ്മൾ ദിവസം കഴുകുന്നുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ യൂസേജ് നമ്മൾ കൈ വെച്ചിട്ട് കഴുകുന്നതിനെക്കാട്ടിലും കുറവ് വെള്ളമാണ് ഡിഷ് വാഷർ കഴുകാനായിട്ട് എടുക്കുന്നത്. അതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നല്ല റിവ്യൂ അനുസരിച്ചിട്ടുള്ള ഡിഷ് വാഷർ വാങ്ങിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്